morning. Today we can discuss what is clause 49 listing agreement. ഈ ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താ പറയുക ട്രാൻസ്പാരൻ്റ് ആക്കുക, അതേമാതിരി ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു മെക്കാനിസമാണ്. അതായത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് കുമാരമംഗലം ബിർള കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ക്ലോസ് 49 ഹാസ് ലേ ഡൗൺ 7 conditions that are furnished by the listed companies in order to ensure their listing in the official list of സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഏതൊക്കെയാണ് ആ 7 പ്രൊവിഷൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് പറയുന്നത്. അതായത് ബോർഡിൽ എത്ര പേര്, ബോർഡ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ബോത്ത് എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് and the percentage of non-executive directors should not be less than 50% എന്നാണ് പറയുന്നത്. അതായത് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും എന്തുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്, ഒപ്റ്റിമം കോമ്പിനേഷനിൽ ഉണ്ടായിരിക്കണം. അതായത് പകുതി എന്നെങ്കിലും ആര് വേണമെന്നാണ് പറയുന്നത്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. അതേപോലെ ചെയർമാൻ ഓഫ് ദ ബോർഡ് ഇസ് എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ദെൻ ഇഫ് ദ ചെയർമാൻ ഓഫ് ദ ബോർഡ് ഇസ് എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ദെൻ ദ ബോർഡ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അതേപോലെ ഇഫ് ചെയർമാൻ ഓഫ് ദ ബോർഡ് ഇസ് എൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ദെൻ ബോർഡ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് 50% ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ് ക്ലോസ് 49 പറയുന്നത് ബോർഡിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. രണ്ടാമത് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഓഡിറ്റ്, ദർ ഷുഡ് ബി ആൻ ഓഡിറ്റ് കമ്മിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ വിത്ത് മിനിമം ഓഫ് 3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിൽ തന്നെ ഔട്ട് ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് 2/3 ഓഫ് ദി മെമ്പേഴ്സ് ഷുഡ് ബി ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആൻഡ് ഓൾ ദ മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഷുഡ് ബി ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആൻഡ് 1 member should be expertise in accounting and ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫീൽഡ്. അതായത് ഓഡിറ്റ് കമ്മിറ്റി നിർബന്ധമായിട്ടും വേണം. ഈ ഓഡിറ്റ് കമ്മിറ്റിയിൽ 3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിർബന്ധമായിട്ടും വേണം. അതിൽ 2/3 ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഈ 3 എണ്ണത്തിൽ 2/3 എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അവർ അതിൽ ഒരു മെമ്പർ എന്നെങ്കിലും ഓൾ ദ മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഷുഡ് ബി ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആൻഡ് 1 ഷുഡ് ബി എക്സ്പേർട്ട് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് സബ്സിഡിയറി കമ്പനീസിൻ്റെ കാര്യമാണ്. ഇനി 1 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓഫ് ദ ഹോൾഡിംഗ് ബോർഡ് should be the board member of unlisted subsidiary company. അതായത് ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനി ലിസ്റ്റഡ് കമ്പനീസിൽ വരുന്നുണ്ട്. അവരുടെ സബ്സിഡിയറി അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ആ അൺലിസ്റ്റഡ് കമ്പനീൻ്റെ ബോർഡിൽ, അതായത് ഈ സബ്സിഡിയറി കമ്പനീൻ്റെ ബോർഡിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി ഉണ്ട്. ഹോൾഡിംഗ് കമ്പനിയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എവിടുത്തെ ബോർഡ് മെമ്പർ ആയിരിക്കണം, സബ്സിഡിയറി കമ്പനീൻ്റെ. Moreover, the audit committee of the holding company should watch all the transactions of the subsidiary, especially the investment related transactions. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡിസ്ക്ലോഷർ. അതായത് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദ കമ്പനി ഷുഡ് ഫേർണിഷ് ദ സമ്മറി ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, disclosure of accounting treatment, risk assessment and minimization procedures, details of public issue right issue, അതേപോലെ പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ്. അതായത് റെമ്യൂണറേഷൻ, ഡീറ്റെയിൽസ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ടു ഷെയർ ഹോൾഡേഴ്സ് എക്സെട്ര ഷുഡ് ബി, എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കമ്പനി ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. ഓക്കെ, the next point is CEO അല്ലെങ്കിൽ CFO certification. അതായത് CEO or CFO should certify the financial statements and cash flow before it is presented to board of directors. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒന്നുകിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മൊത്തം സർട്ടിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് CEOs should state that financial statements do not contain any untrue information or not omitted any material ട്രാൻസാക്ഷൻ. അതായത് സർട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ഇതാണ് പറയേണ്ടത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വളരെ കൃത്യമായിട്ടാണ്, അൺട്രൂ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും അതിൽ ഇൻക്ലൂഡഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള
പറഞ്ഞിട്ടാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. ഫർദർ they have the responsibility of presenting the fair and true picture of financial affairs of the company. They are also they have to maintain good internal control system and inform the audit committee if there is any significant change in the internal control system. അപ്പോൾ ഇവിടെ പറയുന്നത് ക്ലോസ് 49 അനുസരിച്ചിട്ട് എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ കമ്പനി ഷുഡ് ബി സർട്ടിഫൈഡ് ബൈ CEO or CFO. Okay. The next point, report on corporate governance. A separate section on corporate governance should give in the annual report of the companies. അതായത് ആനുവൽ റിപ്പോർട്ടിൽ ഒരു പ്രത്യേകമായിട്ടൊരു കോളം വേണം കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെത് എഴുതാൻ വേണ്ടിയിട്ട്. In addition to a corporate governance report, if any non-compliance of mandatory requirements should indicate it separately with reasons. Last point is compliance. അതായത് company should obtain a certificate from the auditor or practicing company regarding the compliance of corporate governance conditions and affix the same with a certificate along with director's report and sent to the registrar. Okay. So these are the clause 49 listing agreementil പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അവിടെ അതിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി നിങ്ങൾ. സോ നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ഈസ് ഷെയർ ഹോൾഡർ ആക്ടിവിസം. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവെൻഷൻ ഇൻ ദി അഫെയേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് സാധാരണ കമ്പനീസിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ ഈ ആക്ടിവിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവെൻഷൻ ഇൻ ദി അഫെയേഴ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ. അപ്പോൾ ദ ടേം ആക്ടിവിസം intends to change the existing situations. അപ്പോൾ it is a collection of activities which helps to bring some changes എന്നാണ് പറയുന്നത്. അപ്പം in shareholders activism, one or more shareholders intend to change the organization. Okay. അപ്പം by using the huge money, shareholders try to obtain the company share and control the board. They are known as corporate riders എന്ന് പറയും. ഇങ്ങനെ മൊത്തമായിട്ട് കമ്പനീനെ വാങ്ങുന്നവർ മെജോറിറ്റി ഇത് കൊടുത്തുങ്ങാണ്ട് അവർ വാങ്ങിക്കുക ചെയ്യുക, അവരെയാണ് നമ്മൾ കോർപ്പറേറ്റ് റൈഡേഴ്സ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ അത് ഇൻ്റർവെൻഷൻ, അപ്പം പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവെൻഷൻ ഇൻ ദ അഫെയേഴ്സ് ഓഫ് ദ കമ്പനിയാണെന്നുള്ളത്. അപ്പോൾ ദ ഇൻ്റർവെൻഷൻസ് ആർ മെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് വെൻ കമ്പനീസ് ആർ അറ്റ് ദ എഡ്ജ് ഓഫ് ഫ്രോഡ് or wrong act or lack of utilization of its potential. But the activism may intend to modify or change the existing board, plan for some policy changes, or to meet the top executive to discuss and urge the situation എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പനിയെ എന്തെങ്കിലും ഫ്രോഡാണെന്ന് തോന്നിയാലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൻ്റെ വക്കത്തെത്തുന്ന സമയത്താണ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവീൻ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് നോക്കാം വാട്ട് ആർ ദ റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്നുള്ളത്. അപ്പം ചിലപ്പം ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് പ്രൊട്ടക്റ്റഡ്, ഒന്നുകിൽ അത് കാരണമായിരിക്കാം. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഇത്രയും ഹ്യൂജ് ക്യാപിറ്റൽ ഇറക്കിയിട്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദേ മേ ആക്ടിവേറ്റ്. ഓക്കെ. സെക്കൻഡ്, ദ ബൾക്ക് ഷെയർ ഹോൾഡേഴ്സ് മേ they always take the decision based on their interest and choice. അപ്പോൾ in most of the cases the importance or value of shareholders are ignored by the directors or management of the company. ഓക്കെ. പിന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നത് സെൽഫ് ഡീലിംഗ് ആണ്. അതായത് മാനേജ്മെൻറ്റ് ഓർ ടോപ്പ് എക്സിക്യൂട്ടീവ് എൻഗേജസ് ഇൻ സെൽഫ് ഡീലിംഗ് ആർ വൺ ഓഫ് ദ റീസൺസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവ്. എന്താ ഈ സെൽഫ് ഡീലിംഗ് എന്ന് പറഞ്ഞാൽ അതായത് എൻഗേജ് ഇൻ എ ട്രാൻസാക്ഷൻസ് ബൈ ദി ടോപ്പ് എക്സിക്യൂട്ടീവ്സ് of the company for their personal benefit rather than the common interest of the company. Okay. അപ്പോൾ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രം നോക്കിക്കൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് കമ്പനി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല, ഒരു സെൽഫ് ഡീലിംഗ് നടത്തുകയാണ് മാനേജ്മെൻറ്റ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ് എങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മേ ഇൻ്റർവീൻ. ഓക്കെ. Then another reason is fragile management. അതായത് the weak enforcement of law and poor display of business functions
ആർ ഓൾസോ റിസൾട്ട്സ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്നാണ് പറയുന്നത്. അതായത് ഇൻ സം ഓഫ് ദ കേസസ് മാനേജ്മെൻറ്റ് മേ കൺസീൽ റെലവൻറ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഡു നോട്ട് പ്രൊവൈഡ് ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻസ് ടു ഷെയർ ഹോൾഡേഴ്സ്. എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞെന്ന് വരില്ല. അതേപോലെ പുവർ ക്വാളിറ്റി ഓഫ് ഡിസിഷൻസ് ഓൾസോ റിസൾട്ട് ദ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം in the organization. Okay, and the last reason is lack of transparency. അപ്പോൾ ട്രാൻസ്പാരൻ്റ് അല്ല കമ്പനീൻ്റെ ഭരണം. ട്രാൻസ്പാരൻസി ആൻഡ് ഫെയർനെസ് ഇസ് എസെൻഷ്യൽ ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പം മോസ്റ്റ് ഓഫ് ദ കേസസ് മാനേജ്മെൻറ്റ് ഇസ് ഇൻട്രസ്റ്റഡ് ടു കവർ ദിയർ ട്രാൻസാക്ഷൻസ്. സോ ദിസ് റിസൾട്ട്സ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന നേരിട്ട് കമ്പനി കാര്യങ്ങളിൽ ഇൻ്റർവെൻഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ ദീസ് ആർ ദ റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ദെൻ നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്നുള്ളതാണ്. അതായത് എങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് നേരിട്ടിട്ട് ഇൻ്റർവെൻഷൻ ഓഫ് ഇൻ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തൊക്കെ ലക്ഷ്യത്തോടു കൂടിയാണ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവീൻ ചെയ്യാൻ നോക്കാം. First one, to act as monitor of management, then to protect the interest of the shareholders and to ensure accountability and transparency. ഈ 3 ലക്ഷ്യങ്ങൾക്ക് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സ് ഇടപെടുന്നത്. ഓക്കെ, അപ്പം ഫോംസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം വരുന്നത് പ്രോക്സി വോട്ടിംഗ്, ഡയലോഗ്, റെസൊല്യൂഷൻ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ ആസ്പെക്ട്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. അതൊക്കെ നിങ്ങൾ എന്താണെന്നുള്ളത് നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. നെക്സ്റ്റ് വി ക്യാൻ സി ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്. എന്താണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് നോക്കാം. ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സിവിൽ ലോ ഷിറ്റ് അഗെയിൻസ്റ്റ് എ കമ്പനി ഓർ ഇൻഡിവിജ്വൽ. എന്തിനാ ക്ലാസ്? ഇറ്റ് ഈസ് ദ ലോ സ്യൂട്ട് അഗെയിൻസ്റ്റ് ദ കമ്പനി ഓർ ഇൻഡിവിജ്വൽ അഗെയിൻസ്റ്റ് ബൈ പ്ലെയിൻറ്റിഫ്. മനസ്സിലായല്ലോ? എ ലോ സ്യൂട്ട് ബിക്കം എ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് when one or more plaintiff files a case against the company or individual on behalf of large group or class. അതായത് ഒരുപാട് ആളുകൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടാവും, പക്ഷേ ഒരു പ്ലെയിൻറ്റിഫ് എന്താക്കുന്നു? ഇവരുടെ എല്ലാവരെയും കൂടെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കമ്പനിക്കെതിരെയായിട്ടൊരു കേസ് കൊടുക്കുന്നു. The plaintiff has to produce necessary evidence against the company or individual that the negligence has damaged the interest of large number of people. അപ്പോൾ അതിനുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം. It can be investigated when there is breach of trust, activities beyond the chapter, misrepresentation and suppression of fault and misrepresentation of trust. അപ്പോൾ ഇങ്ങനെ ഈ കേസ് കൊടുക്കുന്നത് ഒന്നുകിൽ ആർക്കെതിരായിട്ടായിരിക്കാം. ഇറ്റ് ക്യാൻ ബി ഫയൽഡ് അഗെയിൻസ്റ്റ് ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ് ആൻഡ് ഈവൻ അഡ്വൈസേഴ്സ് ഓഫ് ദി company. Okay, അപ്പോൾ a class action suit benefit large number of people at a time and can avoid multiplicity of litigation procedure. ഒരു 2-3 വർഷം എടുത്തിട്ടാണ് ഇങ്ങനത്തെ കേസസ് ഒക്കെ സോൾവ് ചെയ്യുക. അപ്പോൾ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് നോക്കാം. ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഇസ് നോട്ട് എ ന്യൂ കോൺസെപ്റ്റ്. അതായത് the country India has recognized the meaning of class action suit when the Satyam company scam has broke out during 2019. അതായത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഇൻ സത്യം കമ്പനീസ് കുഡ് നോട്ട് ടേക്ക് എനി ലീഗൽ പ്രൊസീജിയർ അഗെയിൻസ്റ്റ് ദ കമ്പനി. മനസ്സിലായല്ലോ? ഹവർ US ഇൻവെസ്റ്റേഴ്സ് ഹാസ് ഫയൽഡ് എ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് അഗെയിൻസ്റ്റ് ദ കമ്പനി ആൻഡ് ഓഡിറ്റ് ഫേംസ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്കാമൊക്കെ. അപ്പോൾ അവിടെ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് ഇവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, US ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്ത് കമ്പനിക്കെതിരെ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. ആസ് എ റിസൾട്ട് ദ കമ്പനീസ് ആക്ട് 2013 ഹാസ് ഫോർമലി ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ശരിക്കും കമ്പനീസ് ആക്ടിൽ ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ആസ് പെർ സെക്ഷൻ 245 ക്ലോസ് 1 and 245 subsection 3 of Companies Act 2013, the following members can file a class action suit എന്ന് പറയുന്നത്. ആർക്കൊക്കെ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും? ഒന്ന് മെമ്പേഴ്സ് ഓർ എനി ക്ലാസ് ഓഫ് കമ്പനീസ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഈ ഷെയർ ക്യാപിറ്റൽ എത്രയായിരിക്കണം എന്നാണ് പറയുന്നത്? ഇനി 100 or more members of the company or members equal or exceeding 107 of the total
number whichever is less, any member single or jointly hold at least 10% of share capital provided the members were paid all the calls and some due on their shares. ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ members of the company share cap member or members or any class of companies having share capital or class action suit ഫയൽ ചെയ്യാം. ഇനി ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ അവരുടെ കണ്ടീഷൻ പറയുന്നത് മെമ്പേഴ്സ് ഈക്വൽ ടു ഓർ എക്സീഡിങ് 1/5 ഓഫ് ദി ടോട്ടൽ നമ്പർ. ദെൻ തേർഡ് വൺ ഡെപ്പോസിറ്റേഴ്സ് ഓർ എനി ക്ലാസ് ഓഫ് ദം, അങ്ങനെയുള്ള കൂട്ടർക്കും ഫയൽ ചെയ്യാം ഡെപ്പോസിറ്റേഴ്സിന്. എനി 100 or more depositors of the company or depositors equal to or not or exceeding 10% of total number of depositors whichever is less, any depositor single or jointly holding 10% of total value of ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞ് മെമ്പേഴ്സിന് ചെയ്യാം. അത് ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയാണെങ്കിൽ എങ്ങനെ, ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്തതാണെങ്കിൽ എങ്ങനെ നോക്കി. സെക്കൻഡ് കാറ്റഗറി പറയുന്നത് ആർക്കാണ്, ഡെപ്പോസിറ്റർ ഓർ ഡെപ്പോസിറ്റേഴ്സ്. ദെൻ തേർഡ്, ദ യൂണിയൻ ഗവൺമെൻറ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ അഫെയർസ് ഓഫ് ദ കമ്പനി ഇസ് പ്രിജുഡീഷ്യൽ ടു ദി പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പം യൂണിയൻ ഗവൺമെൻറ്റിനും ചെയ്യാം. അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തിൽ കമ്പനീൻ്റെ നടത്തിപ്പൊക്കെ മോശമാണെന്നുള്ളൊരിത് വന്നിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഓൾസോ file as class action suit. A class action suit can be filed against the company or directors or auditors or experts or advisors. ഇവർക്ക് ആർക്കെതിരായിട്ട് വേണമെങ്കിലും കൊടുക്കാം. If there is any claim against the auditor and audit firms, the firm as well as the partner is liable for preparing misleading audit report and statements. ഇപ്പം ഓഡിറ്റർക്കോ അല്ലെങ്കിൽ ഓഡിറ്റ് ഫേമിനെതിരെ കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ഓരോരുത്തരും എന്താ പറയുക, they are liable. An application for class action suit can be filed before National Company Law Tribunal എന്നാണ് പറയുന്നത്. If the members or depositors or the government are of the opinion that excuse me, affairs of the company are against the public interest. Next we can see what is whistleblowing. Whistleblowing എന്ന് പറഞ്ഞാൽ എന്താ? It is the act of reporting malpractices within an organization to the internal or external parties. മനസ്സിലായല്ലോ? അപ്പം എന്തെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും മാൽപ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പാർട്ടീസിനെ അറിയിക്കുന്ന ആ ഒരു രീതിക്കാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പം ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ പ്രാക്ടീസ് ഓഫ് ഇംഗ്ലീഷ് ലോ സിവിൽ പോലീസ്മെൻ, അതായത് വിച്ച് ബ്ലോ ദെയർ വിസിൽ വെൻ ദേ നോട്ടീസ് എ ക്രൈം. അതായത് എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിസിൽ ഊതുന്നൊരു പരിപാടിയുണ്ട് ഇതിന് ഇംഗ്ലീഷ് സിവിൽ പോലീസ്മെൻ്റെ ഇതനുസരിച്ചിട്ട്. അപ്പോൾ ടു അലേർട്ട് ദ ജനറൽ പബ്ലിക് ആസ് വെൽ ആസ് law enforcement officers. But this word got its popularity in the corporate world as a result of two biggest corporate failures. ഏതൊക്കെയാണ്? ഷാരോൺ വാട്കിൻസ് ആൻഡ് സിന്തിയ കൂപ്പർ are the two women who brought the issue of fraud to general public. അപ്പോൾ രണ്ട് കമ്പനീൻ്റെ ഫെയിലിയറോട് കൂടിയിട്ടാണ് ഈ വിസിൽ ബ്ലോയിങ് കോൺസെപ്റ്റ് കോർപ്പറേറ്റ് സെക്ടറിൽ വരുന്നത്. ഓക്കെ, ഈ രണ്ട് വിമനാണ് they brought to the issue of fraud to the general public. In India, the policy makers got much attention due to the murder of Satyendra Dal Dubey. Okay, അപ്പം ഇന്ത്യയിൽ ഇതിന് കൂടുതൽ പ്രചാരം കിട്ടിയിട്ടുള്ളത് ഇയാളുടെ മർഡറോട് കൂടിയിട്ടാണ്. അപ്പം ഇറ്റ് ഇസ് വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇസ് ദ ആക്ട് ഓഫ് റിപ്പോർട്ടിംഗ് മാൽപ്രാക്ടിസസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ടു ദ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ പാർട്ടീസ്. അപ്പോൾ ഇൻറ്റേർണൽ വിസിൽ ബ്ലോയിങ് ഉണ്ട്. ഇൻറ്റേർണൽ വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പോർട്ടിംഗ് മാൽപ്രാക്ടിസസ് ടു ദ ഇൻറ്റേർണൽ പേഴ്സൺസ് ഓർ അതോറിറ്റീസ്. എക്സ്റ്റേണൽ വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇൻക്ലൂഡ്സ് റിപ്പോർട്ടിംഗ് ഓഫ് മാൽപ്രാക്ടിസസ് ടു ദ റെഗുലേറ്റേഴ്സ് ഓർ മീഡിയ എക്സ്റ്റേണൽ ടു ദ ഓർഗനൈസേഷൻ. അപ്പം ഇങ്ങനെ വിസിൽ ബ്ലോയിങ് നടത്തുന്ന ഇറ്റ് കോസ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ ഓർഗനൈസേഷൻ. എല്ലാവരെയും വിളിച്ച് അറിയിക്കുകയാണല്ലോ ചെയ്യുന്നത്. സോ സ്റ്റഡീസ് ഫൗണ്ട് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ വിസിൽ ബ്ലോയേഴ്സ് ആർ കമ്മിറ്റഡ് എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദേ മെയിൻറ്റെയിൻ ഹൈ എമൗണ്ട് ഓഫ് പ്രൊഫഷണൽ ഡീസൻസി ആൻഡ് ഡെഡിക്കേഷൻ ടുവേർഡ്സ് ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പം ഇത് ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് എ മെക്കാനിസം ടു ഇൻഫോം the suspected fraud, unethical behavior, violation of company policies, etc. should be reported the concerned officers. Okay, so once this mechanism was established, it should be communicated to the
എൻറ്റയർ ഓർഗനൈസേഷൻ. എങ്ങനെയാണ് വിസിൽ ബ്ലോയിങ് ഇത് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇഷ്യൂ റേസ്ഡ് ബൈ എംപ്ലോയീസ്. അതായത് ഇഷ്യൂ റേസ്ഡ് ബൈ എംപ്ലോയി ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പേഴ്സൺ റെസ്പോൺസിബിൾ. അതായത് എന്തെങ്കിലും ഒരു എംപ്ലോയീസിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ആ കൺസേൺഡ് ആളുകൾ അറിയിക്കണം. ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അതായത് ഒന്നുകിൽ ലീഗൽ അഡ്വൈസർ, ഓഡിറ്റ് കമ്മിറ്റി, ആരെങ്കിലും ആവാം, ഇവർക്കെതിരെയുള്ള എന്തെങ്കിലും ഇഷ്യൂ ആവാം. The issue should be communicated in timely manner and it should be communicated in a precise manner എന്നാണ് പറയുന്നത്. അതായത് unethical issue may be against a person in the organization or group of persons in the organization. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് എംപ്ലോയീസ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പേഴ്സൺ റെസ്പോൺസിബിൾ. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ദെൻ കണ്ടക്ടിങ് ദ പ്രിലിമിനറി എൻക്വയറി. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൺസ് ദ കംപ്ലയിൻറ്റ് ഇസ് റിസീവ്ഡ്, ദ കൺസേൺ അതോറിറ്റി ഷുഡ് കണ്ടക്ട് പ്രിലിമിനറി എൻക്വയറി ആൻഡ് ട്രൈ ടു ഐഡൻറ്റിഫൈ ദ ഇഷ്യൂ ഇൻ ദ കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ കേട്ടിട്ടുള്ളതൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്, ഇഷ്യൂസൊക്കെ ശരിക്കുള്ളതാണോ എന്നറിയാൻ വേണ്ടി ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തണം. ദെൻ തേർഡ് പ്രോസസ് ഇസ് അപ്പോയിൻമെൻറ്റ് ഓഫ് എൻക്വയറി കമ്മിറ്റി. അതായത് ഇഫ് പ്രിലിമിനറി എൻക്വയറി ഫൈൻഡ്സ് ദാറ്റ് ദർ ഇസ് എന്താ പറയുക എമെൻറ്റ് ഇൻ ദി കംപ്ലയിൻറ്റ്, then they will be constitute an enquiry committee and probe into relevant subject matter എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങളുണ്ട്, കംപ്ലയിൻറ്റ് ശരിക്കുള്ളതാണെന്ന് കണ്ടാൽ they will appoint an enquiry committee. അപ്പോൾ പ്രിലിമിനറി എൻക്വയറിയിൽ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിലാണ് ഈ എൻക്വയറി കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ടേക്കിംഗ് നെസസറി ആക്ഷൻ. അതായത് ദ ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡ്സ് എനി അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഇൻ ദ ഓർഗനൈസേഷൻ, company may take necessary action against such person. Okay, so this is the process of whistleblowing. അപ്പോൾ whistleblowing എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, and also the process. Okay, thank you.